മാംഗല്യം. രചനാവതരണം നന്ദോച്ചു കൃഷ്ണ. അതെ, പൊന്നിന്റെ അച്ഛാ. അത്രയും മെല്ലെ ദയനീയമായിട്ടായിരുന്നു വിളിയെങ്കിലും തിരിഞ്ഞു കിട്ടിയ നോട്ടത്തിൽ അവൾ നിന്നിടത്ത് നിന്ന് ഉരുകിപ്പോകും പോലെ ശടേന്ന് തല കുമ്പിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് കയ്യിൽ ഓയിൽമെന്റും ഇട്ട് അവളെ ഹാളിൽ കൊണ്ടിരുത്തിയതാണ് ഹരി. അത് കഴിഞ്ഞതിന് ശേഷം 2 തവണ അവൾ ഇതുപോലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു. കുറച്ചു മുന്നേ വന്നപ്പോഴും കണ്ണുപൊട്ടുന്ന രീതിയിൽ ചീത്ത പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തിയതാണ് ഹരി. അങ്ങനെ കൊണ്ടിരുത്തിയിട്ട് കഷ്ടി 10 മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും പിന്നെയും ആള് ബാക്കിലെത്തി. പ്ലീസ്, എന്നെ വഴക്ക് പറയല്ലേ. എനിക്ക് സത്യമായിട്ടും കൈക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനും കൂടി പൊന്നിന്റെ അച്ഛനെ സഹായിക്കാം. അവൾ അത് പറഞ്ഞു നിർത്തിയതും പുരികം ചുരുക്കി ഹരി അവളെ സൂക്ഷിച്ചു നോക്കി. അപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ചെറിയ എന്തോ കുഴപ്പമുണ്ടെന്ന്. അങ്ങനെയല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? കൈയും കെട്ടി നിന്നുള്ള അവന്റെ ആ ചോദ്യത്തിൽ പെണ്ണ് ചിരിച്ചു. ഇതുപോലെയുള്ള എത്ര പൊള്ളലുകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നറിയോ പൊന്നിന്റെ അച്ഛന്? അന്നൊക്കെ അത് ജോലിക്കള്ളമായി കണ്ട് അമ്മ തല്ലിയിട്ട് വരെയുണ്ട് എന്നെ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൾ വാഷ് ബേസിനിലേക്ക് ചെന്ന് അവൻ ഇട്ടുകൊടുത്ത ഓയിൽമെന്റ് കഴുകിക്കളഞ്ഞു. എന്നിട്ട് ഫ്രിഡ്ജിലിരുന്ന് 2-3 ഐസ് ക്യൂബ് എടുത്ത് അതിന് മുകളിലൊന്ന് തടവി ഒന്നുകൂടെ കൈ കഴുകി അവന് മുന്നിൽ വന്ന് നിന്നു. അടുക്കളയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഈ പൊള്ളലുകളൊക്കെ ശീലങ്ങളാണ്. പക്ഷെ അങ്ങനെ വേദനിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണാതെ ഇതുപോലെ ഒന്ന് അടുത്തു വന്ന് വയ്യായോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ മരുന്നിട്ട് തരാം എന്നൊരു കൺസേൺ, അതൊക്കെ ഉണ്ടല്ലോ പൊന്നിന്റെ അച്ഛ, ഏത് പൊള്ളലിനെയും നിമിഷ നേരം കൊണ്ട് മാറ്റിക്കളയും. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ അരിയാൻ ബാക്കി വെച്ച സവാള അവന്റെ കയ്യിൽ നിന്നും കത്തി മെല്ലെ വാങ്ങി അവൾ അരിഞ്ഞു തുടങ്ങി. ഇതേ സമയം പെണ്ണ് പറയുന്ന ഓരോ വാക്കിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഹരിയുടെ മനസ്സ്. ഇതിനു മുന്നേയുള്ള അവളുടെ ജീവിതം താൻ വിചാരിച്ചു വെച്ചിരുന്നതിനേക്കാളും കൂടുതൽ സങ്കടകരമായിരുന്നു എന്ന് പുഞ്ചിരിക്കുന്ന ചുണ്ടിനും അപ്പുറമായി നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ മിഴികൾ അവനോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും ചെറിയൊരു പൊള്ളലിന് പൊന്നിന്റെ അച്ഛൻ ഇങ്ങനെ പേടിക്കണ്ട. അവനെ നോക്കി തിരിഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് പെണ്ണ് അടുത്ത സവാള എടുത്തതും അവളുടെ കയ്യിൽ പിടുത്തം വീണു. പെണ്ണ് അത് ഇഷ്ടപ്പെടാത്ത പോലെ കണ്ണുകൾ കൂർപ്പിച്ചവനെ നോക്കി. നിന്റെ ആ വീട്ടിൽ ചിലപ്പോൾ നിനക്ക് വയ്യെങ്കിലും കയറി ആഹാരം ഉണ്ടാക്കണമായിരിക്കും. പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലോണം ഗൗരവത്തിലുള്ള അവന്റെ വാക്കുകൾ കേട്ടതും പെണ്ണിന്റെ മുഖം പിന്നെയും വാടി. താൻ അടുക്കളയിൽ നിന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. താൻ ഉണ്ടായിട്ടും ആൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ എന്തോ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷെ എന്തു ചെയ്യും? എങ്ങനെയൊക്കെ മുന്നിൽ നിൽക്കുമെന്ന് ആളോട് പറയാൻ നോക്കിയിട്ടും അവൻ അമ്പിനും വില്ലിനും തന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. അതല്ലാതെ തന്നെ ഈ അടുക്കള ഭാഗത്തേക്ക് അടുപ്പിക്കുന്നുമില്ല. ഇനിയിപ്പം ഒരു വഴിയുമില്ല എന്ന തോന്നലിൽ പെണ്ണ് തിരിഞ്ഞു നടക്കാൻ പോയതും, അരിയാനും പിടിക്കാനും ഒന്നും കൂടണ്ട, പക്ഷെ മസാലയും കാര്യങ്ങളും ചേർക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് അതൊന്ന് സഹായിച്ചാൽ മതി. 3-4 തവണ താൻ വഴക്ക് പറഞ്ഞ് പുറത്തു കൊണ്ടിരുത്തിയിട്ടും ഓരോ തവണയും അവളുടെ വരവും താൻ ദേഷ്യപ്പെടുമ്പോൾ കണ്ണു നിറച്ചു പോകുന്നതും ഒക്കെ കൂടി ഓർത്ത് അവൻ ഒരു സന്ധി സംഭാഷണം പോലെ പതുക്കെ പറഞ്ഞു. അത് കേട്ടതും അത്രയും നേരം സങ്കടം നിറഞ്ഞു നിന്നുള്ള മുഖം പൂനിലാവ് പോലെ തെളിഞ്ഞു. കണ്ണു, കണ്ണു! ഉറക്കെയുള്ള പൂവിന്റെ വിളി കേട്ടതും ഹരിയും മണിക്കുട്ടിയും ഒരുപോലെ പുറത്തേക്ക് നോക്കി. സീതമ്മയുടെ വീട്ടിലായിരുന്നല്ലോ. ഇതിപ്പോ ഇത്രയും ദേഷ്യം പിടിച്ചു വരാൻ വേണ്ടിട്ട് ഇവിടെ എന്തുണ്ടായി? അവളുടെ സ്വരത്തിലെ ദേഷ്യഭാവം തിരിച്ചറിഞ്ഞ പോലെ മണിക്കുട്ടി എന്തോ ആലോചിച്ച് തീർന്നില്ല. അതിനു മുന്നേ കുഞ്ഞി പെണ്ണ് മുന്നിലെത്തിയിരുന്നു. കണ്ണു, കണ്ണു ഇവിടെ നിച്ചാണോ? തലയിൽ കെട്ടിക്കൊടുത്ത 2 തൈത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നീണ്ട കരിമിഴികളെ കുറിച്ചും കൂടി പുറത്തേക്ക് തള്ളി മണിക്കുട്ടിയെ ദേഷിച്ചു നോക്കി പെണ്ണ് ചോദിച്ചതും ഇത്തവണ ഹരിയും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി പിന്നിലേക്ക് തിരിഞ്ഞ് മോളെ നോക്കി. എന്തു പറ്റി? അവളെ പൊക്കിയെടുത്ത് പാതകത്തിലേക്ക് ഇരുത്തിക്കൊണ്ട് മണിക്കുട്ടി മുടി ഒന്നുകൂടി വലിച്ചു കെട്ടിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു. അത് ഉമ്മിച്ച് കല്യാണം കഴിച്ചണം. അവളുടെ ആവശ്യം കേട്ടതും മണിക്കുട്ടിയെ ഹരിയും ഞെട്ടിപ്പോയി. കുഞ്ഞിപ്പെണ്ണിന്റെ പറച്ചിൽ കേട്ട ഞെട്ടലിൽ കയ്യിലിരുന്ന കത്തി ഹരിയുടെ കയ്യിൽ നിന്നും നിലത്തേക്ക് പോലും വീണുപോയി. രണ്ടുപേരും ഒരുപോലെ പകച്ചുകൊണ്ട് മോളെ നോക്കി. കണ്ണു, ബാ, ക്ഷേത്രത്തിൽ പോവാം, ഇപ്പൊ കല്യാണം കഴിച്ചാം. പെണ്ണ് പാതകത്തിന് മുകളിലേക്ക് കയറി നിന്ന് എടുക്കാനായി കൈ കാണിച്ചുകൊണ്ട് ഒരേ വാശിയിൽ പറഞ്ഞു. പൊന്നെ, പൂവേ! ഹരിയും മണിക്കുട്ടിയും ഒരുപോലെയാണ് വിളിച്ചത്. ആ, രണ്ടുപേരും വിളിച്ചതിന് വിളി കേട്ട പോലെ അവർ ഇരുവരെയും മാറി മാറി നോക്കി.
മോള് സീതമ്മയുടെ വീട്ടിൽ പോയതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ കല്യാണം കഴിക്കണമെന്ന വാശി പിടിക്കുന്നത്? എന്തോ ഒരു സംഭവം ആ തലയിൽ കയറി കൂടിയിട്ടാണ് അവളുടെ ഈ വാശി എന്ന് മനസ്സിലാക്കിയ ഹരി മണിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ മെല്ലെ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അത് നിച്ച് ശാരി ഉതുക്കണം, നിറെ നിറെ പൂവും വെച്ചണം, ഷൂടെക്സ് കൈയിടണം, തലയിൽ മുല്ലപ്പൂ വെച്ചണം, പിന്നെ അവൾ ഓർക്കും പോലെ ചൂണ്ടുവിരൽ താടിയിൽ തട്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു. ആ, ലിപ് ലിപ്സ്റ്റിക് ഇടണം. അത്രയും ഓർത്തെടുത്ത് പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് ക്ഷീണിച്ചുപോയി. അത് കണ്ടതും മണിക്കുട്ടി പെണ്ണിന്റെ താടിത്തുമ്പിൽ പിടിച്ചു. ഇതിനാണോ നിനക്ക് കല്യാണം കഴിക്കേണ്ടത്? അവളുടെ ആവശ്യം കേട്ട അമ്പരപ്പിൽ ഹരി ചോദിച്ചുപോയി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കല്യാണം കഴിച്ചണമെന്ന് പറഞ്ഞു മുത്തശ്ശി. ഓ, അങ്ങനെ. കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം മനസ്സിലായതും ആശ്വാസം പോലെ ഒന്ന് തലയാട്ടിക്കൊണ്ട് മണിക്കുട്ടിയും നോക്കി. പെണ്ണിന് അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ മാറി അവിടെ ഇപ്പൊ ചിരിയാണ്. ഓക്കെ, കല്യാണമൊക്കെ കഴിക്കാം. പക്ഷെ ഒരു ചെറുക്കൻ വേണ്ടേ എന്റെ പൊന്നിനെ കെട്ടാൻ വേണ്ടി? അതിപ്പോ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? ചിരി കടിച്ചു പിടിച്ച് ആലോചനയോടെ മണിക്കുട്ടി പൂവിനോട് ചോദിച്ചു. അത് അത് ചെക്ക് ഉണ്ടല്ലോ. കുഞ്ഞിപ്പെണ്ണ് വളരെ കൂളായി പറയുന്ന കേട്ടതും ഇത്തവണ മണിക്കുട്ടി ഹരിയും ഞെട്ടിപ്പോയി. ചെറുക്കനോ? എവിടെ? അത് നിച്ച് നിനക്ക് നിച്ച് മോലാലിനെ കല്യാണം കഴിച്ചാ മതി. മുഖം പൊത്തി നാണിച്ചുള്ള പൂവിന്റെ സംസാരം കേട്ടതും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഹരിയും മണിക്കുട്ടിയും മനസ്സറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ഇന്നിപ്പോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഒരു നെടുവീർപ്പോടെയാണ് കൈമളതിന് മറുപടി കൊടുത്തത്. എന്നിട്ട് ഇപ്പോഴും അവർ തമ്മിൽ പഴയ പോലെ മാത്രമാണല്ലോ അല്ലേ? അത്രയും നിരാശയോടെയായിരുന്നു കൈമളിന്റെ ആ മൂളല്. പക്ഷെ ആദ്യം തന്നെയുള്ള അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ ഇവര് രണ്ടുപേരും ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ സെറ്റാവും എന്നാ കരുതിയത്. പക്ഷെ ഇതൊരുമാതിരി. കയ്യിലിരുന്ന കപ്പയുടെ ഒരു പീസ് ചമ്മന്തിയിൽ മുക്കി വായിൽ വെച്ചുകൊണ്ട് ആൽബിയും അവർക്കൊപ്പം തന്നെ ചേർന്നു. നിങ്ങളോടൊക്കെ അന്നേ ഞാൻ പറഞ്ഞതാണ് അവര് മെല്ലെ മെല്ലെ പരസ്പരം ഇഷ്ടപ്പെട്ടോളൂന്ന്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരേ ആക്രാന്തം. ഒരു ദിവസം അല്ലെ 2 ദിവസം ഒരാഴ്ച കൊണ്ടൊക്കെ അവരെ അങ്ങ് പ്രേമിപ്പിക്കണമെന്ന്. എന്നിട്ടിപ്പൊ എന്തായി? ഒരുമാതിരി പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ അല്ലേ മൂന്നിന്റെയും കൂടി ഈ അടുപ്പുകല്ല് കൂട്ടിയ പോലുള്ള ഇരിപ്പ്. താൻ പറഞ്ഞതൊക്കെ തന്നെയല്ലേ നടന്നത് എന്നുള്ള ധാർഷ്ട്യത്തിൽ ഇത്തിരി ഗമയിട്ട് ശ്രീധരൻ 3 പേരെയും നോക്കി ചോദിച്ചതും പല്ല് കടിച്ചു പിടിച്ചും ദേഷ്യത്തോടെ നോക്കിയും പുച്ഛം കാണിച്ചുമൊക്കെ അവരും തങ്ങളുടെ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിച്ചു. ഇതിപ്പോ നിങ്ങൾക്ക് ഇത്രയും വലിയ സങ്കടമൊന്നും വരേണ്ട കാര്യമില്ല. അവൻ അവിടുന്ന് കെട്ടിക്കൊണ്ടിരുന്ന വഴിയിൽ റോഡിൽ അവളെ ഇറക്കി വിടുമെന്ന് കരുതിയല്ലേ നമ്മളൊക്കെ. എന്നിട്ട് വിട്ടോ? ഇല്ലല്ലോ. അതുപോട്ടെ. അന്നപ്പോ വീട്ടിൽ അവളെ കൊണ്ടുവന്നാൽ പോലും അവളെ ഇടവിടെയാക്കുമെന്ന് അവൻ കൊണ്ടു നിർത്തുക എന്ന് നമ്മൾ കരുതിയില്ലേ? ചെയ്തോ അവൻ? ഇതിപ്പം അതൊന്നുമില്ലാതെ അവളും അവനും 1 മാസമായി ഒരു വീട്ടിൽ താമസിക്കുന്നില്ലേ? അത് തന്നെ ദൈവത്തിന്റെ നേരെന്ന് കരുത്. അയാൾ അത്രയും പറഞ്ഞതും അതുവരെ സങ്കടത്തിലിരുന്നവർക്ക് എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. ഇതിപ്പോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും മണിക്കുട്ടിക്ക് ഹരി പൊന്നിന്റെ അച്ഛനും തിരിച്ച് അവൻ അവൾ കൺമണിയും മാത്രമാണ്. പ്രത്യേകിച്ച് ആദ്യത്തിൽ നിന്ന് ഒരു പുരോഗമനവും ഇല്ല. അവളുടെ കിടത്തം പോലും മാഷിന്റെ മുറിയിൽ നിന്ന് മാറിയിട്ടില്ല. കാര്യം ഹരിക്ക് മണിക്കുട്ടിയുടെ ദേഷ്യമൊന്നുമില്ല, പക്ഷേ പ്രേമവുമില്ല. മണിക്കുട്ടിയുടെ അവസ്ഥയും തിരിച്ചേതാണ്ടൊക്കെ ഇങ്ങനെ തന്നെ. ഇതിപ്പോ അവർ കെട്ടിവന്ന ആദ്യത്തെ ദിവസം തന്നെ അവരെ കൊണ്ട് പ്രേമിപ്പിക്കണം, അതിനു വേണ്ട സാഹചര്യം ഒരുക്കണം, ഡ്യുവറ്റ് പാടിക്കണം എന്നൊക്കെ കരുതിയ 3 പേർക്ക് ഈ 1 മാസം കൊണ്ട് ആകെ നിരാശയായി. അതാണ് ഇപ്പൊ ഈ കാണുന്ന പറച്ചിലും കാര്യങ്ങളും ഒക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആരും ഇങ്ങനെ സങ്കടപ്പെടണ്ട. രണ്ടും ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയില്ലേ, ഇനി അവരങ്ങ് ഒരുമിച്ച് ജീവിച്ചും തുടങ്ങും. അത്രയും ഉറപ്പോടെ ശ്രീധരൻ പറഞ്ഞതും എല്ലാവരിലും വല്ലാത്തൊരു പ്രതീക്ഷ നിറഞ്ഞു. അയ്യോ, സമയം ഇത്രയായോ? ക്ലോക്കിലേക്ക് നോക്കിയവള് ഇട്ടേക്കുന്ന പാവാടയിൽ കൈ തുടച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും വെപ്രാളം പിടിച്ച് പുറത്തേക്കിറങ്ങിയതും അടുക്കളയിലേക്ക് ധൃതിയിൽ കയറി വന്നവന്റെ നെഞ്ചിലിടിച്ചാണ് നിന്നത്. വീഴാതിരിക്കാൻ അപ്പോഴും അവൻ ആ പെണ്ണിനെ അരയിലൂടെ വട്ടം ചുറ്റി അരികിൽ പിടിച്ചു നിർത്തി.
ഇതിപ്പോ സ്ഥിരമായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പണ്ടത്തെ പോലെ വെപ്രാളവും പകപ്പൊന്നും തോന്നാറില്ല. ഇന്നും അടുക്കളയിലെ ക്ലോക്കിൽ നോക്കി അവളെ നേരെ പിടിച്ചു നിർത്തി ഇത്തിരി ദേഷ്യത്തോടെയാണ് അവനത് ചോദിച്ചത്. അടുക്കളയിലെ കാര്യം നോക്കി കോളേജിൽ പോകാൻ അവൾ താമസിക്കുന്നത് കണ്ടിട്ടാണ് ഹാരി ക്ലോക്ക് ഇപ്പോൾ അടുക്കളയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്തും പിടിച്ചും മണിക്കുട്ടി ലേറ്റാവും അവിടെ നിന്നിറങ്ങാൻ. ഇന്ന് നീ താമസിച്ചല്ലേ? കുറച്ചു മുന്നേ ഞാൻ കുളിക്കാൻ പോയപ്പോൾ തന്നെ നീ നിന്റെ പണിയൊക്കെ തീർത്തതായിരുന്നില്ലേ? പിന്നെ ഇത്രയും നേരം നീ എന്തെടുക്കായിരുന്നു? അവളെ കടുപ്പിച്ചു നോക്കി അവൻ ചോദിച്ചതും പെണ്ണ് വിളറിക്കൊണ്ടൊന്ന് ചിരിച്ചു. അത് പിന്നെ പൊന്നിന്റെ അച്ഛ, പാത്രങ്ങൾ കഴുകി വരുന്നേരം സമയം പോയതാ. അവന്റെ മുഖത്ത് നോക്കാതെ സൈഡിലൂടെ ഊർന്നു പോകാൻ നോക്കുന്നവളെ കയ്യിൽ പിടിച്ചു നിർത്തിയവൻ അകത്തേക്ക് നടത്തി. പൊന്നിന്റെ അച്ഛ, കൈ വിട്ടേ, നേരെ ഒരുപാടായി. ഇപ്പോഴെങ്കിലും പോയി കുളിച്ചില്ലെങ്കിൽ പൊന്നിന്റെ അച്ഛൻ ഒരുങ്ങി വരുമ്പോൾ ഞാൻ താമസിക്കും. അവൾ അത് പറഞ്ഞതും അവൻ സ്വയം ഒന്ന് നോക്കി. താൻ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ് നിൽപ്പ്. അത് കണ്ടിട്ടും വെപ്രാളത്തിൽ പെണ്ണ് പിന്നെയും പിച്ചും പേയും പറയുകയാണ്. ഞാന് ഇന്ന് ഇത് ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതിന്റെ മുകളിൽ ഇനി എനിക്കൊന്നും ഇടാനില്ല. ഇത്തിരി കലിപ്പിൽ അവളുടെ മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈത്തണ്ടയിൽ നിന്ന് പിടിവിടാതെ തന്നെ അടച്ചു വെച്ചിരുന്നതിലെ ഓരോ പാത്രവും തുറന്നു നോക്കി. എല്ലാം താൻ കുറച്ചു മുന്നേ പോയപ്പോൾ ഉള്ളത് തന്നെ. സംശയം നിറഞ്ഞ കണ്ണോടെ അവന്റെ കണ്ണുകൾ പിന്നെയും പെണ്ണിനെ തേടിപ്പോയി. അവിടെ ഇപ്പോഴും തലകുമ്പിട്ട് തന്നെയാണ് നിൽപ്പ്. അതിന്റെ അർത്ഥം താൻ പറഞ്ഞതനുസരിക്കാതെ എന്തോ അവൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഉറപ്പ്. അത് കണ്ടതും പെട്ടെന്നുള്ള തോന്നലിൽ അവൻ അവൾ തനിക്ക് കൊണ്ടുപോകാൻ വെച്ച ടിഫിൻ ബോക്സ് കയ്യിലെടുത്തതും പൊന്നിനച്ഛന്റെ കൈവിട്ടെ, സമയം പോകുന്നു, ഞാൻ പോയി കുളിക്കട്ടെ. ശോ, ആകെ മുഷിഞ്ഞാ ഞാൻ നിൽക്കുന്നത്. അവളുടെ വെപ്രാളം കണ്ടതും എന്തോ മനസ്സിലായ പോലെ അവൻ തന്റെ ചോറ്റുപാത്രം തുറന്നു. അതിൽ നോക്കിയതും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കാൻ പോയവന്റെ കൈ പിടിച്ച് പെണ്ണ് ഓടാൻ വേണ്ടി തുടങ്ങിയതും 2 ചുവട് പോലും തികച്ചു വെച്ചില്ല. അപ്പോഴേക്കും അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചവൻ വലിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ ആയത്തിൽ അവൾ പോയി വീണത് അവന്റെ ആ നെഞ്ചിലും.